കാലത്തിന്റെ കാവ്യനീതിയിൽ തിരിച്ചടികളുടെ ലോകത്ത് വീണ് കിടക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഈ കാലഘട്ടത്തിൽ കോടതിയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. പോലീസ് വൃത്തങ്ങളും അധികാരികളും മേലധികാരികളും നിയമപാലകരും കോടതിയും BJPക്കും RSSന് വേണ്ടിയിട്ട് ഓശാന പാടി നടക്കുന്ന ഈ സമയത്ത് ആർജവത്തിന്റെ നട്ടെല്ലിന്റെ നിലപാട് വിളിച്ചു പറയാൻ തയ്യാറായ മുംബൈ ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കുന്നു. തബ്ലീഗുകാർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി പോലീസിന്റെ FIR വലിച്ചെറിഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് രാജ്യത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ്. നീതിപീഠം മരിച്ചിട്ടില്ല എന്നുള്ള വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് മുംബൈ ഹൈക്കോടതി. മുംബൈ ഹൈക്കോടതിയിലെ നിയമപാലകർക്ക് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും സമർപ്പിക്കാനുള്ള കാരണം, സുപ്രീം കോടതി പോലും നീതിയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന സമയത്ത് നീതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അധികാരവർഗങ്ങളെ, കേന്ദ്ര സർക്കാരിനെ, RSSനെ, BJPയെ ഭയപ്പെടാതെ കൃത്യമായ നിലപാട് വിളിച്ചു പറയാൻ തയ്യാറായതിനാലാണ് ഈ ബിഗ് സല്യൂട്ട് വീണ്ടും നിങ്ങൾക്ക് സമർപ്പിച്ചത്. പറഞ്ഞു വരുന്നത് പോലീസ് സമർപ്പിച്ച തബ്ലീഗുകാർക്കെതിരെയുള്ള കേസിനെ കുറിച്ച് തന്നെയാണ്, വ്യാജ FIRനെ കുറിച്ച് തന്നെയാണ്. അതെ, തബ്ലീഗ് മർക്കസിൽ പങ്കെടുക്കാൻ വന്ന വിദേശികളായിട്ടുള്ള തബ്ലീഗുകാരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പോലീസ് FIR തയ്യാറാക്കി. അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് കോവിഡ് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് പോലീസിന്റെ FIR ഉണ്ടായിരുന്നത്. എന്നാൽ ഈ FIR ശരിയല്ല എന്ന് മുംബൈ ഹൈക്കോടതി വിളിച്ചു പറഞ്ഞിട്ട് വളരെ വ്യക്തമായ ഒരു സത്യവും അവർ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ പരാമർശം, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, ഇത്തരത്തിലുള്ള FIRകൾ അത് ഒരു വിഭാഗത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു എന്ന് മുംബൈ ഹൈക്കോടതി വസ്തുതാപരമായി എടുത്തു പറയുകയും ചെയ്തു. ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഞങ്ങൾ കാണുന്നതായും മുംബൈ ഹൈക്കോടതി നിരീക്ഷിച്ചു. ഈ FIR വ്യാജമാണ് എന്ന് മുംബൈ ഹൈക്കോടതി പോലീസിന്റെ FIR വലിച്ചെറിയുന്ന രീതിയിൽ മുംബൈ ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയുണ്ടായി. അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംഘപരിവാറിന്റെയും RSSന്റെയും വ്യാജ പ്രചരണമായിട്ടുള്ള തബ്ലീഗുകാരാണ് കൊറോണയുടെ വാഹകരെന്നുള്ള തീരുമാനങ്ങൾ, പ്രചരണങ്ങൾ അത് തെറ്റാണ് എന്ന് മുംബൈ ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തി നിലപാടോടുകൂടി വിളിച്ചു പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ കോടതിയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു എന്ന് പറയാനുള്ള കാരണം ഈ ആർജവമുള്ള നിലപാട് തന്നെയാണ്. സുപ്രീം കോടതി പോലും BJPക്കും RSSന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന ഈ സാഹചര്യത്തിൽ തബ്ലീഗുകാർക്കെതിരെയുള്ള സംഘപരിവാറിന്റെ വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചടുക്കിയിട്ട് മുംബൈ ഹൈക്കോടതി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വിളിച്ചു നീതി മരിച്ചിട്ടില്ല എന്ന്, നീതിപീഠം മരിച്ചിട്ടില്ല എന്ന്, നല്ലവരായ നിയമപാലകർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇവരെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞങ്ങൾ പറയുന്നു. ഒപ്പം ഇത് സംഘപരിവാർ പാളയങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. പോലീസിനെ ഉപയോഗിച്ച്, അധികാരികളെ ഉപയോഗിച്ച്, നിയമപാലകരെ ഉപയോഗിച്ചുകൊണ്ട് ആരെയും വേട്ടയാടാമെന്നുള്ള ദീർഘവീക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ദീർഘവീക്ഷണം തെറ്റാണ് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് മുംബൈ ഹൈക്കോടതിയുടെ ചരിത്രപരമായ ഈ കൃത്യമായ നിയമവിധി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.